ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സിലബസാണ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ടോപ്പിക് ഡിവിഷനൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് മെയിൻ എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് അസിസ്റ്റൻറ്റ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സെയിൽസ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 309/2018. അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് SBCIDയുടെ കേരള പോലീസ് സർവീസിൻ്റെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ ആയിട്ടുള്ള വേക്കൻസീസിൻ്റെതും, അതുപോലെ അസിസ്റ്റൻറ്റ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഓഡിറ്റർ ഇൻ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, അതുപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റേതുപോലുള്ള പോസ്റ്റുകളുടേതും, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൻ്റേതും, അതുപോലെ തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ ഓഫീസ് ഓഫ് വില്ലേജ് ട്രൈബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് സിലബസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്കിൻ്റെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ജനറൽ നോളജ് നമ്മുടെ GKയുടെ കാര്യത്തിൽ നിന്ന് ഹിസ്റ്ററിയിൽ 5 മാർക്ക്, ജോഗ്രഫിയിൽ 5 മാർക്ക്, എക്കണോമിക്സിൽ 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 5 മാർക്ക്, കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ 10 മാർക്ക് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് 6 മാർക്ക്, ഫിസിക്സിൽ നിന്ന് 3 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 3 മാർക്ക്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സിൽ നിന്ന് 5 മാർക്ക്, ബേസിക് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്ന് 3 മാർക്ക്, ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ നിന്ന് 5 മാർക്കിനുണ്ട്, കറണ്ട് അഫയേഴ്സിൽ നിന്ന് 15 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതുപോലെ സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൽ നിന്ന് 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് 10 മാർക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആവശ്യമുള്ളവർ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് വേണമെന്നുള്ളവർ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജനറൽ നോളജിനകത്ത് കണ്ടല്ലോ, ഹിസ്റ്ററിയിൽ നമ്മൾ പറഞ്ഞു 5 മാർക്കിന് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 5 മാർക്കിനകത്ത് വരുന്ന ടോപ്പിക്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് 5 മാർക്കിനകത്ത് വരുന്ന ടോപ്പിക്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആൻഡ് മാർത്താണ്ഡവർമ്മയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശ്രീചിത്ര തിരുനാൾ, അതേപോലെ തന്നെ സോഷ്യൽ റീജിയൻ റിഫോം മൂവ്മെൻറ്റ്, അതേപോലെ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, അതേപോലെ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956, ഇതെല്ലാം കേരളത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കകത്ത് വരുന്ന ടോപ്പിക്സ് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക, ശേഷം ഒന്ന് വായിച്ച് നോക്കിയാൽ അതിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതുപോലെ വേൾഡ് നമ്മുടെ ലോകചരിത്രത്തിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, അമേരിക്കൻ റവല്യൂഷൻ ചോദിക്കും, ഫ്രഞ്ച് റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അനദർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനകത്ത് നിന്ന് ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ ജോഗ്രഫി 5 മാർക്കിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോഗ്രഫിക്കകത്ത് വരുന്ന ടോപ്പിക്സ് ആണ് ബേസിക് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്ക്, അതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിക്കകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എക്കണോമിക്സിൽ നിന്ന് 5 മാർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം വരുന്ന പരീക്ഷകൾക്കെല്ലാം എക്കണോമിക്സ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എക്കണോമിക്സിൽ നിന്ന് 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യൻ എക്കോണമി, അതേപോലെ 5 ഇയർ പ്ലാൻസ്, ന്യൂ എക്കോണമിക് പോളിസീസ്, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഇനി തൊട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മെയിൻസിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ വരുന്നത് കേരള ഗവർണൻസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനകത്ത് നിന്ന് 10 മാർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിനകത്ത് നിന്ന് 6 മാർക്ക് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫിസിക്സിൽ നിന്ന് 3 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫിസിക്സ് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം തീർച്ചയായിട്ടും ചാനലിലുണ്ടായിരിക്കും. അപ്പോൾ കെമിസ്ട്രിയിൽ നിന്ന് 3 മാർക്ക്, അതേപോലെ ആർട്സ് ആൻഡ് കൾച്ചറിൽ നിന്ന് നമ്മുടെ ആർട്ട്, സ്പോർട്സ് ആൻഡ് കൾച്ചറിൽ നിന്ന് 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ലിറ്ററേച്ചർ മലയാളത്തിൽ നിന്ന് 10 മാർക്കിനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൾച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ, പിന്നെ കമ്പ്യൂട്ടർ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം, അതൊരു 3 മാർക്കിനുണ്ടാവും. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ റോങ്സ്, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഇനി സിലബസ് പ്രകാരം തന്നെ ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സ് 15 മാർക്കിനാണ്, മാത്സ് 5 മാർക്കിനുണ്ട്,
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നമുക്ക് സിലബസ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാം. മാത്സ് 10 മാർക്കിനാണ്. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. വൊക്കാബുലറി 5 മാർക്ക്, ഇംഗ്ലീഷും അതേപോലെ തന്നെ ഗ്രാമറും വൊക്കാബുലറിയും കൂടി 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. മലയാളത്തിനകത്ത് നിന്ന് 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഇനി തൊട്ട് ചാനലുണ്ടാവും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കൂടെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്തായാലും പുതിയ ക്ലാസ് നോട്ടിഫിക്കേഷനായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.